ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാൾ വൈറലായ എടപ്പാൾ മറൈൻ മിറാക്കിൾസിലാണ്. ഞാൻ എടപ്പാൾ പോകുമ്പോൾ കാണലുണ്ട് മറൈൻ മിറാക്കിൾ പറഞ്ഞിട്ട് ബോർഡുകളൊക്കെ. അപ്പം മെയിനായിട്ട് നമ്മൾ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യകന്യകനെ കാണാനാണ്. മത്സ്യകന്യകനെ കാണാൻ പറയുമ്പോൾ ഞാൻ യൂട്യൂബ് വീഡിയോസിൽ മാത്രമേ കാണലുള്ളൂ, പിന്നെ കാർട്ടൂണിലും കാണലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിനെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ കൂടുതൽ അതിശയപ്പെട്ടത് ഈ മീനിൻ്റെ വായ കണ്ടു. വായൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശയപ്പെട്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ കാറിനുള്ളിൽ നിന്ന് ഇറങ്ങി. നുമു അത് കണ്ടിട്ട് അന്തം വിട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അവന് ഈ ഫോട്ടോസൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ അടുത്തേക്ക് പോയാൽ അവനക്ക് നല്ല പേടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ നമ്മൾ സ്റ്റെപ്പുകൾ നല്ല വൃത്തിയിൽ നല്ല രസത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരു കാശ്മീർ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് എല്ലാം ഇഷ്ടമായി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, കാറ്റൊക്കെ ആ ഓട്ടയിൽ കൂടെ കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നേ. മിച്ചു അതിൽ കളിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ മിച്ചു കളിക്കുന്നിടത്തപ്പോൾ അവിടെ പോയിട്ടൊന്ന് നോക്കിയതാണ്. അപ്പം നല്ല കാറ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഞാൻ ഈ മഞ്ഞിൻ്റെ ഹൗസ് കണ്ടു കേട്ടോ. മഞ്ഞിൻ്റെ ഹൗസ് ഞാൻ എൻ്റെ ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. മഞ്ഞിൻ്റെ ഹൗസിന് എന്തോ പറയും, പക്ഷെ എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ ഒരു പാലം ഉണ്ടായിരുന്നു, കുഞ്ഞൊരു പാലം. അതിൻ്റെ മേലെ കൂടെ കയറി ഇറങ്ങി. അവിടെ ഒരു എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു കരടി, മഞ്ഞ് കരടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മഞ്ഞ് ഹൗസ് ഉണ്ടായിരുന്നു. ഇവിടെ വെള്ളച്ചാട്ടം പോലെ അവർ എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. നുമൂനെ ആന കാണാൻ പറഞ്ഞിട്ട് അവിടെ നോക്കിയതാണ്, അവർ നോക്കി നിന്നതാണ് കേട്ടോ അവിടെ. പിന്നെ അവിടെ ഒരു ജിറാഫിൻ്റെ തൊള്ള പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കയറി നിന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നല്ല പൂന്തോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. മത്സ്യകന്യകൻ്റെ തൊട്ടപ്പുറത്തുള്ള സംഭവമാണ് മീനുകൾ കേട്ടോ. നുമോക്ക് ഞാൻ മീൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. നുമോന് നല്ല ഇഷ്ടമാണ് മീനാണോ വിളിക്കുക മീനിനെ. പിന്നെ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഈ കറുപ്പും വെള്ള മീൻ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഇഷ്ടമായി, എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ മുള്ളു പോലത്തെ മീനിനൊക്കെ ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ പേര് മിച്ചുന്ന് നല്ല അറിയാം കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കും ഞാൻ വിചാരിക്കുമായിരുന്നു എൻ്റെ ഈ ഷാർക്കൊന്നും ഇല്ലാത്തതെന്ന്. ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ ഷാർക്ക് ഡേഞ്ചറസ് ആണെന്ന് ഞാൻ കേട്ടു, പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. നുമൂന് നല്ല ഇഷ്ടം മീൻ ഇഷ്ടമായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ചുറ്റുപാട് മീനിനെ കാണുന്നതുകൊണ്ട് നല്ല ഇഷ്ടമായിട്ട് അവന്. പിന്നെ ഈ സൈഡിൽ ഞാനൊരു മഞ്ഞ മീനുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. ഇനി നമ്മൾ മെയിൻ സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി, തുള്ളി ചാടിയായിരുന്നു കേട്ടോ. മെർമെയ്ഡിനാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മത്സ്യകന്യകനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കുറേ സർക്കസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കുറേ ഉമ്മൊക്കെ തന്നു വിട്ടത്. എനിക്ക് നല്ല ഇഷ്ടമായി. ആ വൈലറ്റ് കളറൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഏറ്റവും അടുത്തേക്ക് എത്തി. മിച്ചുവാണ് കേട്ടോ ഈ നോക്കി നിൽക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്സ് ലാസ്റ്റ് എന്നെ നോക്കി ഗായ്സ്. എനിക്ക് ടാറ്റ തന്നു, ഉമ്മ തന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മൂളിക്ക് പൊന്തിപ്പോയിട്ട് നിൽക്കുന്നത് എന്ന്. അപ്പം എൻ്റെ ഉണ്ണി പറഞ്ഞു മേലെ ശ്വാസം വലിക്കാൻ പോവുകയാണെന്ന്. നമുക്കറിയില്ല എന്ന് വിചാരിച്ചോ? എനിക്കൊക്കെ അറിയാം കേട്ടോ ഗൈസ്. ഇതിന് ട്രിക്കൊന്നും ഇല്ലേ.
നുമോന് ഉമ്മ കൊടുത്തപ്പോൾ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അപ്പുറത്തൊരു വാല് കണ്ടു. അപ്പോൾ പിന്നെ തന്നെ മനസ്സിലായത് നല്ല 2 മത്സ്യകന്യക വരുന്നുണ്ടായിരുന്നു. അപ്പം ആ മത്സ്യകന്യകയുടെ വാല് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി ആ മത്സ്യകന്യകനെ. പിന്നെ 2 ആളും കൂടി നീന്തിയപ്പോൾ നല്ല ഭംഗി തോന്നി കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് അതിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ പറയുക, മത്സ്യകന്യകനൊന്നും കാണില്ല, ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഐസ്ക്രീമിൻ്റെ സ്റ്റോറാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ സ്റ്റോർസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെയും പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ ഊഞ്ഞാൽ അങ്ങനെയുള്ള റൈഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഈ കപ്പിൽ കയറാമെന്ന്. കപ്പിൽ കയറിയിട്ട് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ മത്സ്യകന്യക കണ്ടു, ഈ കപ്പിൽ കയറിയിട്ട് ഞാൻ കിളി പോയ പോലെ അതിൽ ഇരിക്കണ്ടായിരുന്നു. ന്യൂമനെ കയറ്റിയിട്ടില്ല കേട്ടോ. ന്യൂമനെ അങ്ങനെ കയറ്റിയ അപ്പം ഞാനും ചിപ്പുതാത്ത എൻ്റെ മിച്ചുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഗൈസ് നമുക്ക് വീഡിയോ കാണാം. ആദ്യമൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, മെല്ലെ കറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കൂടി വന്നു. എന്താ പറയുക, തല കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉമ്മച്ചി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഒന്നും കാണാണ്ടായിരുന്നില്ല. അങ്ങനെ അത് നിർത്തി നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ. ഇത് കിളി പോയിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ തല കറങ്ങി അങ്ങനെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള ചേച്ചിക്ക് ഛർദ്ദിക്കാൻ വരണമെന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മളതിനെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ ക്ഷീണത്തിൽ നമ്മൾ പാനിപൂരി കഴിക്കുകയാണ്. ഞാൻ ഇവിടെ പോയാലും വിടാത്തൊരു സാധനമാണ് ഈ പാനിപൂരിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പാനിപൂരി പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി.